നമോ ഭഗവതേ വാസുദേവായ. ഓം കൃഷ്ണായ പരബ്രഹ്മണേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇങ്ങനെ 30 വൃത്തി മനുഷ്യർക്കും മംഗലാത്മാ ഭഗവൽ പ്രസാദത്തിനും കാരണമെന്നുദരിക്ക മഹാമതേ. ആരണർക്കിച്ചൊന്നതേറ്റവും ഉത്തമം. മന്ത്രസംസ്കാരവും സതീജത്വം പിന്നെ അന്തരമെന്നിയേ വൈദിക വൃത്തിയും. യാഗവും സൽക്കർമ്മവും ഇവ ബ്രാഹ്മണരായവർ ഉള്ളോരു വൃത്തിയാകുന്നതും പിന്നെ വിചിത്ര കഥന ഉച്ചവൃത്തി. നന്നായി അനുഗ്രഹിച്ചിടുക എന്നതും വ്യാജ അസത്യമാം വാണിഭം നായാട്ടും നീജാശ്രയം രാജസേവാജനനീന്ദ ആചരിച്ചിടരുതോ ദ്വിജജാതികൾ. വേദപ്രകാരം നൃപൻ ദേവനെന്നതും മോദം ശമം ദമം ശൗചം ക്ഷമാ തപസാർജവം ജ്ഞാനം ദയാപ്യാച്യുതാത്മന നിർജ്ജരപൂജ സത്യം വിപ്രലക്ഷണം. ശൗര്യം വീര്യം ധൃതി തേജസ്സും ത്യാഗവും ഇന്ദ്രിയ നിഗ്രഹ ആത്മജയ ക്ഷമാ ബ്രഹ്മണ്യതാ പ്രസാദം എന്നിവ ബ്രഹ്മണ്യതാപ്രസാദം രക്ഷയെന്നിവ സമ്മതം ക്ഷത്രിയ ലക്ഷണം ഇവക. ദേവഗുർവച്യുതേ ഭക്തിർതൃവർക്ക സന്തോഷമാസിക്യമുദ്യോഗം നിപുണത. വൈശ്യനുടെ ലക്ഷണം ഇവയൊക്കെയും വന്ദനം ശൗചവും സ്വാമി സേവ പിന്നെ. മന്ത്രമില്ലാതെ സൽക്കാരങ്ങൾ സത്യവും അന്തരഭക്തി കളവും കൂടാതെയും ഗോരക്ഷയും കൃഷി വാണിഭമീവക നേരോടു ചെയ്യ ശുദ്രന്നിവ ലക്ഷണം. പത്തനരക്ഷണാലങ്കാരങ്ങളും നിത്യം ഉപകരണത്തോടു വാഴുക. ഭർത്തൃവൃതം വണക്കം അടക്കം സത്യം മിഥ്യാവാക്യന്യേ പ്രേമം ഭർത്തു ശുശ്രൂഷയായി. സന്തോഷവും ശ്രദ്ധ ഉത്തമ സാമർത്ഥ്യ ഉത്തമധർമ്മവും ജ്ഞാനവും സത്യമായി. മോദവാക്കും ഭ്രമിയായികയും ശുദ്ധിയും ഖേദമെന്യേ സിനിഗ്ധയും അയോഗ്യരാ പുരുഷന്മാരെ പരിഗ്രഹിയായികയും നാരായണ സമൻ ഭർത്താവിതെന്നതും. ചിത്തേ ഈ വണ്ണമുള്ളോരു തരുണിമാർ മുക്തി ചേരുമെന്നു ചൊല്ലുന്നു വേദവും. സങ്കരജാതികൾക്കുള്ള ക്രമം ചൊല്ല പങ്കമെന്നേ തദജ്ഞാത്യാചാരങ്ങളും. ചെയ്യയും ബ്രാഹ്മണരോടുള്ള ചേർച്ചയും ചെയ്യരുതേ സ്തേയവും അസത്യങ്ങളും. മംഗലവർണ്ണേന നിർഗുണഭക്തരായി മംഗലഭക്തിയും വന്നുകൂടുന്നിതു. ബ്രഹ്മചര്യത്തിനായി ചെന്നു ഗുരുകുലേ നിർമ്മല ഭക്തനായി സൽഗുരു വന്ദ്യനായി
അല്പനഹമെന്നു വൃത്യനായി ശാന്തനായി ഉൾപ്പുവിലേറ്റവും സൽഗുരു ബന്ധുവായി. സന്ധ്യകളിൽ ഗുരുവർക്ക അഗ്നിപൂസുര വൃന്ദേശ്വരരെയും വന്ദിച്ചു ബ്രഹ്മമോഹമെന്നു നിനച്ചു ജപം ചെയ്തു. വേദങ്ങൾ നന്നായി പഠിച്ചുകൊണ്ടിടും സ്വാധ്യായവാൻ. വന്ദനം ചെയ്യുക പാടാത്യാന്തവും ഗുരു തന്നെയും സജ്ജനമായുള്ളവരെയും. വസ്രാജീന ദണ്ഡുമേഖലയും ജഡ എത്രയും നല്ല കമണ്ഡലോ ദർഭയും നന്നായി ധരിച്ചു ഉദയ അസ്തമങ്ങളിൽ ചെന്നു താൻ ഭിക്ഷയെടുത്തു ഗുരുവിനെ വന്ദിച്ചു പൂജിച്ചു സൽഗുരു ആജ്ഞയായി. നന്നായിതാത്മിത പുക്കായി പൂജിക്കയും നന്നായി സുശീലനായി നല്ലാർമണികളെ മുന്നിലും കാണാതെ തൽക്കഥയോർക്കാതെ വാണിടവേണം അല്ലായികിലാജകടം കാണിക്ഷണമഗ്നിവെല്ലും കണക്കിനി ബ്രഹ്മചര്യവ്രതം തന്നെ തരുണിമാർ കൽമഷം ചേർത്തു ജയിക്കുമേ കാണുകിൽ. അമ്പകൂടെ വസിച്ചിടും ഗ്രഹത്തിങ്കൽ ബ്രഹ്മചാരി വസിച്ചിടരുതെന്നത്രേയും